ഹായ്, എല്ലാവർക്കും ടാസ്ക് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പനീരാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2 ലിറ്റർ പാലെടുത്ത് നന്നായി ബോയിൽ ചെയ്തു. നന്നായി ബോയിൽ ചെയ്ത പാലിനെ ഒരു 20 to 30 മിനിറ്റ്സ് കൂൾ ചെയ്യാൻ വെച്ചു. എന്നിട്ട് ഞാൻ 1.5 വലിയ നാരങ്ങ എടുത്ത് നന്നായി അതിനെ പിഴിഞ്ഞു. അതിൻ്റെ കുരുവൊന്നും വരാൻ പാടില്ല. അപ്പോൾ നന്നായി പിഴിഞ്ഞേച്ച് ഞാൻ അതിനെ ഒന്ന് ഫിൽറ്റർ ചെയ്യും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തേച്ച് അതിനെയാണ് ഞാൻ ഇനി ആ പാലിലേക്ക് ചേർക്കാൻ പോകുന്നത്. ചേർക്കുന്നതിന് മുന്നേ ആ പാട കെട്ടിയിട്ടുണ്ടാവുമല്ലോ അരമണിക്കൂർ വച്ചേക്കുമ്പോൾ, ആ പാടയിൽ നിന്ന് എടുത്ത് മാറ്റാം. നമുക്ക് പാട വേണ്ട. എന്നിട്ട് ചെറുതായി വളരെ നേരിയതായിട്ട് നാരങ്ങ നീര് അതിലോട്ടൊഴിക്കുക. വളരെ സ്ലോലി മാത്രം മിക്സ് ചെയ്യുക. ഞാനിപ്പം സ്പീഡിൽ ഈ വീഡിയോ ഇടുന്നത് കാരണം എൻ്റെ കൈ സ്പീഡായിട്ട് മിക്സ് ചെയ്യുന്നതാണ് കാണുന്നത്. അങ്ങനെയല്ല, വളരെ പതുക്കെ മിക്സ് ചെയ്യാവുള്ളൂ. ചെറുതായി കുറച്ചായി നാരങ്ങ നീര് ഒഴിക്കണം. അതിൻ്റെ കളർ മാറിയത് കണ്ടോ? അപ്പോൾ അത് ഇങ്ങനെ അതായത് പാല് പിരിഞ്ഞതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഫിൽറ്റർ ചെയ്യാം. നല്ലൊരു തുണി എടുത്ത് വെച്ച്, ഫിൽറ്റർ ആവുന്ന ഒരു തുണി എടുത്ത് വെച്ച് അതിൽ എല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് ഫിൽറ്റർ ചെയ്യാം. ഇതിനെ എല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു കിഴി കെട്ടുന്നത് പോലെ ഇങ്ങനെ ആക്കി വെച്ച് നമ്മൾ വെള്ളമെല്ലാം കളയണം. എന്നിട്ട് തണുത്ത ടാപ്പ് വാട്ടർ എടുത്ത് കുറച്ച് വെള്ളമെടുത്ത് അതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് സെയിം പോലെ തന്നെ നന്നായി കിഴി കെട്ടുന്ന പോലെ വെച്ച് നന്നായിട്ട് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് കുറച്ച് നേരം, ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് വെച്ചേക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം വാർന്നു പോകും. വെള്ളമെല്ലാം വാർന്നു പോയി കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ എടുത്ത് ഈ ഷേപ്പിലായിരിക്കുമല്ലോ, അതിനെ നമ്മളൊരു സ്ക്വയർ ഷേപ്പിൽ കൈ കൊണ്ടൊന്ന് ആക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നല്ല വെയിറ്റ് വെക്കണം. എനിക്കൊരു കാസ്റ്റ് അയണിൻ്റെ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ ഇടിക്കുന്ന ആ സാധനം കൂടി എടുത്തു വെച്ചു. അത് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിനെ എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഷേപ്പിൽ കിട്ടും. ഏത് ഷേപ്പിൽ വയ്ക്കുന്നോ ആ ഷേപ്പിൽ കിട്ടും. അതിനെ നമ്മൾ 1-2 മിനിറ്റ് തണുത്ത വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. എന്നിട്ട് അതിനെ എടുത്ത് പീസാക്കുക. ഞാൻ ഈ പീസാക്കിയത് വലുതായിട്ടാണേ. നിങ്ങൾ വലുതായിട്ട് പീസാക്കണ്ട, വളരെ ചെറിയ പീസാക്കിയാലേ അതിൽ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് ആവത്തുള്ളൂ. അപ്പോൾ നല്ല പീസായിട്ട് ഞാനിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അതെടുത്ത് നോക്കിയേ, നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.